എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ സർവകലാശാല 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബികോം BBA വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്റർ മലയാള പാഠപുസ്തകമായ സാഹിത്യവും രചനയും എന്നതിലെ മൂന്നാമത്തെ മൊഡ്യൂളിലുള്ള ചായക്കോപ്പയിലെ IT വിപ്ലവം എന്ന ലേഖനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. ഈ ലേഖനം ചായക്കോപ്പയിലെ IT വിപ്ലവം എന്ന ലേഖനം രചിച്ചിരിക്കുന്നത് രാംമോഹൻ പാലിയത്താണ്. ഈ ലേഖനത്തിൽ പറയുന്ന കാര്യം ഇതാണ്. ഈ ലേഖനത്തിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2016 ഒക്ടോബറിൽ നിലവിൽ വന്ന UPI സംവിധാനം, അതായത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും റിസർവ് ബാങ്കും ചേർന്ന് വികസിപ്പിച്ച പണമിടപാടിലുള്ള ഏകീകൃത ആപ്ലിക്കേഷനായ UPI സംവിധാനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ലേഖനമാണ് ചായക്കോപ്പയിലെ IT വിപ്ലവം എന്ന ഈ ലേഖനം. നമ്മൾ ഇന്ന് ടെക്നോളജി ഒത്തിരിയധികം ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ ഫോൺ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ഈ മൊബൈൽ ഫോണൊക്കെ വന്നതിന് ശേഷം കഴിഞ്ഞ ചുരുങ്ങിയ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ മിക്കവാറും പണമിടപാടുകളും ഒക്കെ തന്നെ ഗൂഗിൾ പേയിലൂടെയും ഫോൺ പേയിലൂടെയും ഭീം ആപ്പിലൂടെയും പേടിഎമ്മിലൂടെ ഒക്കെ ആയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ, അതായത് ക്യാഷ് നേരിട്ട് പേ ചെയ്യുന്ന, ക്യാഷ് നേരിട്ട് കൊടുക്കുന്ന പണമിടപാടുകളും ചെക്ക് വഴിയുള്ള ഇടപാടുകളൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കുന്നു എന്ന് ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ രാംമോഹൻ പാലിയത്ത് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് മറ്റൊന്നുമല്ല, ടെക്നോളജി വളർന്നു വന്നപ്പോഴത്തേക്കും നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ എല്ലാവരുടെയും കയ്യിലുണ്ട്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലുള്ള പണമൊക്കെ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ, ഒരു 10 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യും? ഗൂഗിൾ പേ എടുത്തിട്ട് QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ അതുവഴിയാണ് പേ ചെയ്യുന്നത്. അപ്പൊ ഇതുവഴി സംഭവിക്കുന്ന നമ്മൾ സാധാരണ രീതിയിലുള്ള പണമിടപാടുകൾ, ചെക്ക് കൊടുത്തിട്ടുള്ള പണമിടപാടുകളൊക്കെ ഗണ്യമായിട്ട് തന്നെ കുറഞ്ഞിരിക്കുന്നു എന്ന് രാംമോഹൻ പാലിയത്ത് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇങ്ങനെ ഇത്തരത്തില് ഈ സ്മാർട്ട് ഫോണുകൾ വഴിയുള്ള UPI സംവിധാനം ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഒത്തിരി പണമിടപാടുകളൊക്കെ നടത്തുന്നത്. ഇതിങ്ങനെ ഈ ഇത്തരത്തിലുള്ള പണമിടപാടുകളൊക്കെ വർദ്ധിച്ചപ്പോൾ അത് പ്രശ്നമായിട്ട് ബാധിച്ച ചിലരുണ്ട് എന്ന് ഹാസ്യാത്മകമായിട്ട് രാംമോഹൻ പാലിയത്ത് പറയുന്നുണ്ട്. അതിൽ ഒന്ന്, ആരാധനാലയങ്ങളിലെ വരവ് കുറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഹോട്ടലിലെ സപ്ലയറും സെക്യൂരിറ്റിക്കാർക്കൊക്കെ ലഭിച്ചിരിക്കുന്ന ടിപ്പുകളിലൊക്കെ വൻ ഇടിവുണ്ടായെന്ന് പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കൂട്ടർ എന്ന് പറയുന്നത് യാചകരെയും ഇത് സാരമായിട്ട് ബാധിച്ചു എന്ന് രാംമോഹൻ പാലിയത്ത് പറയാണ്. അപ്പൊ അതിന് പകരമായിട്ട് ഇന്ന് ആരാധനാലയങ്ങളിലൊക്കെ നേർച്ചപ്പെട്ടിയുടെ അടുത്ത് തന്നെ QR കോഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് കാലത്തിനൊപ്പം ഓടിയെത്താൻ വേണ്ടിയിട്ട് ആരാധനാലയങ്ങളിലുള്ള ആളുകളും പരിശ്രമിക്കുന്നുണ്ട് എന്ന് അതിലൂടെ രാംമോഹൻ പാലിയത്ത് പറഞ്ഞു വെക്കുകയാണ്. ഇനി നമ്മളുടെ ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ട്വിറ്റർ, എക്സ് തുടങ്ങിയ എല്ലാം തന്നെ, ടെലഗ്രാം, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സമയം കളയുന്ന ആളുകളുടെ എണ്ണത്തിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് ബഹുദൂരം മുന്നിലായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആഗോള IT ഭീമന്മാരിലെ ആദ്യ സ്ഥാനങ്ങളിലൊന്നും ഇന്ത്യയിലെ കമ്പനികളോ ബ്രാൻഡുകളിലോ ഒന്നും വരുന്നില്ല എന്ന് നമുക്ക് കാണുകയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഈ ആഗോള IT ഭീമന്മാരിലെ ആദ്യ സ്ഥാനങ്ങളിലൊന്നും ഇന്ത്യൻ കമ്പനികളോ ബ്രാൻഡുകളോ ഒന്നും വരുന്നില്ല എന്നതും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യയുടെ വൻ IT നേട്ടമായ UPI അഥവാ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് നമ്മൾ മറന്നു പോവുകയാണ്. അപ്പൊ ഈ ഒരു സംവിധാനം, UPI സംവിധാനം ഉപയോഗിച്ചാണ് ഇങ്ങനെ ഓൺലൈൻ വഴിയുള്ള പണമിടപാടുകളൊക്കെ നമ്മൾ നടത്തുന്നത്. അപ്പൊ അത് ഇന്ത്യയുടെ സംഭാവനയാണ്. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒത്തിരി ആളുകൾ ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ IT ഭീമന്മാരുടെ ആദ്യ സ്ഥാനങ്ങളിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന കാര്യം എന്താണ്? ഈ ഇന്ത്യയുടെ വൻ IT നേട്ടമായിട്ടുള്ള UPI സംവിധാനത്തെ കുറിച്ച് നമ്മൾ മറന്നു പോവുകയാണ്. ഇന്ന് ഈ UPI സംവിധാനത്തിന് നിരവധി രാജ്യങ്ങളിലൊക്കെ അംഗീകാരം നൽകിയിട്ടുമുണ്ട്. ഇതിലൂടെ വരാൻ പോകുന്ന സൗകര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ മൊബൈൽ ഫോൺ നമ്പർ ഇല്ലാതെ തന്നെ ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടുമായി കണക്ട് ചെയ്യാതെ വിദേശ മൊബൈൽ നമ്പറൊക്കെ ഉപയോഗിച്ചും വിദേശത്തെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തും ഈ രാജ്യങ്ങളിൽ UPI ഇടപാടുകൾ നടത്താനാവും എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഒന്നാണ് UPI എന്ന് പറയുന്നത്. പക്ഷേ ഇനി മറ്റുള്ള രാജ്യങ്ങളും കൂടി ഇത് അംഗീകരിക്കുന്ന വഴിയായിട്ട് ഇന്ത്യക്ക് വൻ നേട്ടം കിട്ടാൻ വേണ്ടി പോവുകയാണ്. കാരണം അവിടെയൊക്കെ ഇന്ത്യൻ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുമായിട്ടൊന്നും ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും വിദേശ ഫോൺ നമ്പറും വിദേശത്തെ ബാങ്ക് അക്കൗണ്ടും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് പണമിടപാടുകൾ നടത്താൻ വേണ്ടിയിട്ട് കഴിയും. ഈ രാജ്യങ്ങളിലെല്ലാം UPI സംവിധാനം ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താൻ വേണ്ടിയിട്ട് കഴിയുമെന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. ഈ UPI സംവിധാനം പിറവിയെടുത്തത് 2016-ലാണ്.
ഈ 2016 UPI സംവിധാനം പിറവിയെടുത്തപ്പം അത് ആരംഭിച്ച സമയത്ത് ഒരു മാസം ഏകദേശം 10 ലക്ഷം ഇടപാടുകളാണ് UPI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിരുന്നത്. പക്ഷേ ഇന്ന് അത് എത്രത്തോളം എന്ന് പറയുന്നത് നമ്മളെ അതിശയപ്പെടുത്തും. കാരണം അത്രയ്ക്ക് വലുതാണ്. കാരണം ഇന്നത് 10 ബില്യൺ, അതായത് 1000 കോടി കടന്നിരിക്കുന്നു. അതായത് ഒരു മാസം തന്നെ UPI സംവിധാനം ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകളാണ് 10 ലക്ഷം. അതായത് 2016 10 ലക്ഷമായിരുന്നു ഒരു മാസം നടന്നിരുന്ന ഇടപാടുകളുടെ എണ്ണം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത് എത്രയാണ്? 1000 കോടി കടന്നിരിക്കുകയാണ്. ഒരു മാസത്തെ ഇടപാട് തന്നെ 1000 കോടി കടന്നിരിക്കുകയാണ്. അതായത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഒരു മാസം 15,18,456.4 കോടി രൂപ മതിക്കുന്ന ഇടപാടുകൾ UPI വഴി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ കണക്കുകൾ. അപ്പൊ എത്രമാത്രം വലിയ രീതിയിലാണ് UPI സംവിധാനം വളർന്നിരിക്കുന്നത് നമ്മൾ നോക്കുക. കാരണം അത് ഇന്ത്യക്ക് തന്നെ വലിയൊരു നേട്ടമായിട്ട് മാറുക, ലോകരാജ്യങ്ങളുടെ മുമ്പിലൊക്കെ വലിയൊരു നേട്ടമായിട്ട് UPI സംവിധാനം മാറുകയാണ്. ഇത് ഇത്രമാത്രം, അതായത് ഒരു മാസം തന്നെ ഒരു 15,18,456 പേര് 4 കോടി രൂപ വിലമതിക്കുന്ന ഇടപാടുകൾ UPI വഴി നടത്തുന്നുണ്ടെങ്കിൽ UPI സംവിധാനം ജനങ്ങളിൽ എത്രമാത്രം സ്വീകാര്യമായിട്ടുണ്ടെന്ന് തെളിയിക്കുകയാണ്. കാരണം അത്രമാത്രം ജനങ്ങൾ അതിനെ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ UPI ഇടപാടുകളിൽ 90%-ലേറെ നമ്മൾ കാണുന്നത് ഫോൺ പേ വഴി, അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി, അല്ലെങ്കിൽ Paytm എന്നിവ വഴി നടക്കുന്ന UPI സംവിധാനം വഴി നടക്കുന്ന പേയ്മെന്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഈ UPI എന്ന സമയത്ത് 2017 നമ്മുടെ രാജ്യത്തെ മൊത്തം ഇടപാടുകളിൽ 90% ആയിരുന്ന പണമിടപാടുകൾ ഈ 2021 കണക്കനുസരിച്ച് 2021 ആയപ്പോഴത്തേക്കും 60% കുറഞ്ഞു. അതായത് പണമിടപാടുകൾ നേരിട്ട് ക്യാഷ് കൊടുക്കുന്ന രീതിയിലുള്ള ഇടപാടുകളൊക്കെ 60% കുറഞ്ഞു. അതായത് മറിച്ച് എങ്ങനെയാണ്? UPI സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകൾ പരസ്പരം പണം കൈമാറുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഈ UPIയുടെ ആഗോളീകരണം എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ UPIക്ക് അംഗീകാരം നൽകിയത് ഇന്ത്യക്ക് വലിയ കുതിപ്പാണ് നൽകിയിരിക്കുന്നത് തന്നെ. ഈ UPIയുടെ വൻ വിജയം ഇന്ത്യയിലെ ഫിൻടെക് വ്യവസായത്തെയും വൻതോതിൽ വളർത്തുന്നുണ്ട് എന്ന് ലേഖനകർത്താവ് അഭിപ്രായപ്പെടുകയാണ്. ഫിൻടെക് വ്യവസായം എന്ന് വെച്ചാൽ ആപ്പുകൾ തുടങ്ങിയ ടെക്നോളജി വഴിയുള്ള സാമ്പത്തിക സേവനങ്ങളുടെ വ്യവസായത്തെയാണ് നമ്മൾ ഫിൻടെക് വ്യവസായം എന്ന് പറയുന്നത്. ഇങ്ങനെ UPIയുടെ ഈ വൻ വിജയം ഫിൻടെക് വ്യവസായത്തെ വൻതോതിൽ വളർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം ഇന്ത്യയിൽ രൂപീകരിച്ചിരിക്കുന്ന UPI സംവിധാനം ആഗോളതലത്തിലേക്ക് വളരുകയും ഇന്ത്യക്ക് ഇത് വലിയൊരു നേട്ടമായി തീരുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാംമോഹൻ പാലിയത്ത് ചായക്കോപ്പയിലെ IT വിപ്ലവം എന്ന തന്റെ ലേഖനം അവസാനിപ്പിക്കുകയാണ്. ലേഖനത്തെക്കുറിച്ച് വളരെ ചുരുക്കമായ രീതിയിലാണ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഈ ക്ലാസ് നന്നായിട്ട് കേൾക്കുക. അതിനുശേഷം പാഠപുസ്തകത്തിലെ ഈ പാഠഭാഗവും കൂടി നിങ്ങൾ വായിക്കുക. അങ്ങനെ മനസ്സിലാക്കി നന്നായിട്ട് പരീക്ഷയ്ക്ക് എഴുതി ഉന്നത വിജയം നേടുകയും ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി.